വീടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ്, 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും 10 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയറും 2 ലക്ഷം രൂപയ്ക്ക് ലാൻഡ്സ്കേപ്പും നമ്മുടെ കാർ പോർച്ച് ഉൾപ്പെടെ നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, 2 പാറ്റിയോസ്. വളരെ സിനിമാറ്റിക് ഒരു ഫീൽ കൊണ്ടുവരുന്ന ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിവിങ് ഡൈനിങ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും പാറ്റിയോ ഉണ്ട്. 2 പാറ്റിയോസ് ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ലിവിങ്ങും ഡൈനിങ്ങിന് ഓപ്പോസിറ്റ് സൈഡിൽ 2 പാറ്റിയോസ്. സാധാരണ ആദർശ നമ്മൾ ഈ വീടിന്റെ 7 സെന്റ് വളരെ സ്പേസ് കൺസെന്റ് ആയിട്ട് ചെറിയ സ്പേസുകൾ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് വന്നു. ബെഡ്റൂം വന്നപ്പോൾ ഇച്ചിരി വലുതായി. എന്തുകൊണ്ടാണ് ആ ഒരു വലിപ്പം ഉണ്ടാകാനുണ്ടായ കാരണം? നമസ്കാരം, ഞാൻ വിഷ്ണു. ഞാൻ വീഡിയോ വിഷ്ണുജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു സുന്ദരമായ സ്വപ്ന മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ്. 2200 സ്ക്വയർ ഫീറ്റിൽ ഒരു മോഡേൺ മിനിമലിസ്റ്റിക് വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ നിൽക്കുന്നത് ഹരിപ്പാടാണ്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ആസ്പെക്റ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ട്രഡീഷണൽ എലമെൻറ്റ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുള്ള, ട്രഡീഷണലായിട്ടുള്ള മിക്സിങ് കൂടി വന്നിട്ടുള്ള ഒരു സ്വപ്ന സുന്ദര മനോഹര ഭവനമാണ്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിനൊരു വലിയ പ്രത്യേകതയുണ്ട്. 2200 സ്ക്വയർ ഫീറ്റ്, 45 ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും 10 ലക്ഷം രൂപയ്ക്ക് ഇൻറ്റീരിയറും 2 ലക്ഷം രൂപയ്ക്ക് ലാൻഡ്സ്കേപ്പും നമ്മുടെ കാർ പോർച്ച് ഉൾപ്പെടെ നിർമ്മിച്ച ഒരു വീട് കൂടിയാണ്. അപ്പോൾ ഈ വീട് നിർമ്മിച്ച ആർക്കിടെക്ട്, ഈ വീട് ഡിസൈൻ ചെയ്ത ആർക്കിടെക്റ്റിനെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇത് ആദർശാണ് ഈ വീട് നിർമ്മിച്ചത്. ആദർശിനെ കാണുന്നില്ലല്ലോ. ചേട്ടാ ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് അതിൻ്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞോ. ആദർശ് ഒരു യങ് ഓൺട്രപ്രണർ കൂടിയാണ്. ആദർശിന് സ്വന്തമായിട്ടൊരു ഇൻറ്റീരിയർ യൂണിറ്റ് ഉണ്ട്, ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. വളരെ ആക്റ്റീവായിട്ടുള്ള, അഗ്രസീവായിട്ടുള്ള ഒരു ഓൺട്രപ്രണർ കം ആർക്കിടെക്ട് കൂടിയാണ്. വെൽക്കം ആദർശ്. താങ്ക് യു. ഇത്രയൊക്കെ പൊക്കി പറഞ്ഞാൽ മതി. മതി. അപ്പോൾ വളരെ വ്യത്യസ്തമായ മോഡേൺ മിനിമലിസ്റ്റിക് വീട്, ഒപ്പം ട്രഡീഷണൽ എലമെന്റ്സ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പോസ്ഡ് ബ്രിക്കില് 2 പാറ്റിയോസ് അകത്തുണ്ട്, ലിവിങ് ഡൈനിങ്. ഇവരുടെ ചർച്ചിലെ കോർഡിനേഷൻസ് ഒരുപാടുള്ളതുകൊണ്ട് ഇവർക്ക് ഒരുപാട് ഗസ്റ്റുകൾ വരുന്ന ഒരു ഫാമിലി കൂടിയാണ്. അപ്പൊ ആ ഒരു കണ്ടീഷൻസ് എല്ലാം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട് വന്നിരിക്കുന്നത്. 3 BHK ആണ് വീട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇതിന്റെ മോഡേൺ മിനിമലിസ്റ്റിക് വീട്ടിൽ നിർമ്മിച്ചിരിക്കുന്നതിൽ ഒരുപാട് ട്രഡീഷണൽ എലമെന്റ്സ് ഓടെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു നമ്മളുടെ എലിവേഷൻ പ്ലാനിങ് സമയത്ത് ആദർശിന്റെ തോട്ട് പ്രോസസ്? ഇനീഷ്യലി ഒരു 4 BHK ആയിരുന്നു ഇവരുടെ റിക്വയർമെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ചേട്ടനും ആന ചേച്ചിയും. അപ്പൊ നമ്മൾ ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിൽ മനസ്സിലായി ശരിക്കും 3 ബെഡിന്റെ ആവശ്യം കറന്റ് അവർക്കുള്ളൂ. 4th ബെഡ്റൂമിന്റെ ഫ്യൂച്ചർ ഒരു പ്രൊവിഷൻ മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ക്ലയന്റിന്റെ ഇൻവെസ്റ്റ്മെന്റും കൂടെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3 BHK ആയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ എലിവേഷൻ വൈസ് അവർക്ക് കുറച്ചൊരു മിനിമൽ മോഡേൺ രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. അത് വളരെ വൃത്തിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ കാർപോർട്ട് സൈഡാണ്. ഇത് സ്ട്രക്ചറിലാണ് ചെയ്തിരിക്കുന്നത്. താഴെ ക്ലാഡിംഗ് ഷീറ്റ് കൊടുത്തിട്ട് മുകളിൽ റൂഫിംഗ് ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 7 സെന്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 7 സെന്റിൽ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ ഫ്രണ്ടിലെ ഈ വിട്ട് കാണുമ്പോൾ ഇത് 7 സെന്റാന്ന് ഒരിക്കലും പറയില്ല. ആ രീതിയിലാണ് ഇത് ചെയ്തത്. എങ്ങനെയായിരുന്നു ഇതിന്റെ അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. 7 സെന്റ്സ് ആണെങ്കിലും ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ പ്ലാനിങ്ങിലും എലിവേഷനിലും തോന്നരുത് എന്നുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു ക്ലയന്റിന്. ഫ്രണ്ടേജ് കുറച്ച് വേണമായിരുന്നു. അതുപോലെ പാറ്റിയോസും അങ്ങനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ട്രക്ചറൽ ഗേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾഡ് ആയിട്ടുള്ള ഗേറ്റ്, 25 സ്ക്വയറിലാണ് ക്രോസിംഗ് കൊടുത്തിരിക്കുന്നത്. പല ആൾക്കാർക്കും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗേറ്റ്സ് നിർമ്മിക്കുന്നത്. ഇങ്ങനെയുള്ള സിമ്പിൾ ഗേറ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്താൽ കോസ്റ്റും ബഡ്ജറ്റഡ് ആവും, കാണാനൊരു നല്ലൊരു വെറൈറ്റിയും കിട്ടും. ഇവിടെ ഒരു സ്വിങ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ട് ഒരു ലോങ് വരാന്തയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ പാത്വേയിൽ ഒരു മൊറോക്കൻ സീരീസ് ടൈലും കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ ഒരു ഫോക്കൽ പോയിന്റ് അതിലേക്ക് വരുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടൊരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട്. എന്തായിരുന്നു ഇവിടെയുള്ള താങ്കളുടെ ഇൻവോൾവ്മെന്റ്? പുറത്തൊരു സീറ്റിംഗ് എന്നുള്ളൊരു സജഷൻ ഉണ്ടായിരുന്നു. അതായത് പുറത്തുനിന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ ഇനി ഫസ്റ്റ് സീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിറ്റ് ഔട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു, ഇവിടെ ഇരുന്നും സംസാരിക്കാൻ പറ്റണം, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള റിക്വയർമെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്പേഷ്യസ് ആയിട്ട് കൊടുത്തത്. സ്വിങ് കൊടുത്തത് ഒരു ഫംഗ്ഷണൽ എലമെന്റ് ആയിട്ടാണ്. സാധാരണ സ്വിങ് നമ്മുടെ ഹാർഡ്വെയർ സെഗ്മെന്റിൽ സ്വിങ്ങിന്റെ റെഡിമെയ്ഡ് സ്വിങ്സ് കിട്ടുന്നുണ്ട്. അതിപ്പോൾ നല്ല ഡിമാൻഡഡ് ആണ്. അത് നമ്മൾ SS-ലും ഉണ്ട്, അതുപോലെ MS-ലും ഉണ്ട്. അതുപോലെ നമ്മളത് നല്ല രീതിയിൽ അത് മാർക്കറ്റിൽ മൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി അകത്തേക്ക് കിടക്കുന്നു. അകത്തെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. സ്റ്റീൽ ഡോർ ആണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? സ്റ്റീൽ ഡോർ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നു. സ്റ്റീൽ ഡോറിന്റെ ഒരു സെഗ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ തടി ഉപയോഗിക്കാതെ സ്റ്റീൽ ഡോറിലേക്ക് വരാനുണ്ടായ കാരണം? നമ്മൾ കൂടുതൽ പ്രൊജക്ട്സിലും നമ്മൾ അയൺ ഡോർസ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഇപ്പോഴത്തെ
വുഡ് അത്ര പ്രോപ്പർലി സീസൺഡ് അല്ലാത്തതുകൊണ്ട് എക്സ്പോസ്ഡ് ഏരിയയിൽ, അത് പുറത്തെ ഡോസ് വിൻഡോസിലൊക്കെ നമ്മൾ ഒന്നെങ്കിൽ അയൺ ഡോസ് അല്ലെങ്കിൽ അലൂമിനിയം അൾജീരി സെക്ഷൻ UPVC അത് തന്നെയാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിക് ഇത് വെച്ചിട്ട് പെട്ടെന്നുള്ള മഴ, ചൂട്, കോൺട്രാക്ഷൻ ആ ഒരു ഇഷ്യൂസ് വരും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോറ് അയൺ ഡോർ ആക്കിയത്. പിന്നെ സെക്യൂരിറ്റി, ഒബ്വിയസ്ലി സെക്യൂരിറ്റി അതിനേക്കാളും ബെറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇനി അകത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ ഇവിടെ ഒരു ഫോയർ സ്പേസ് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് വളരെ മനോഹരമായ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. ഒരു കൊയ്പോണ്ടല്ലേ? അതെ അതെ, മിനിമൽ കൊയ്പോണ്ടാണ്. ശരിക്കും എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, എന്ത് ഈ കോയി ഫിഷ് എന്ന് പറഞ്ഞാൽ? കോയി കാർപ്പാണ് ബേസിക്കലി. അത് ഒരു ടൈപ്പ് ഓഫ് ഫിഷ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ലൈഫ് സ്പാൻ ഉള്ള ഫിഷ് ആണ്. ഒരു 10-15 വർഷമൊക്കെ അത് കിടന്നോളും പ്രോപ്പർലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് നല്ലൊരു പെറ്റായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന, ചെയ്യാൻ പറ്റും. അതെ അതെ അതെ. ഇത് നമ്മളുടെ കോമ്പൗണ്ട് വാളിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പാറ്റിയോടെ ഒരു പോയിന്റ് ആണ്. ഇവിടെ മുകളില് സ്ട്രക്ചറിൽ നമ്മൾ ഗ്ലാസ് എലമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് പോളികാർബണേറ്റിന്റെ 3mm കൊടുക്കാതിരുന്നത്? അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഫേഡ് ആവും പോളികാർബണേറ്റ്. പിന്നെ നമുക്ക് ക്ലീനിങ്ങും കുറച്ചുകൂടെ എളുപ്പം ഗ്ലാസ് ആണ്. കംപ്രസർ വെച്ച് ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടി 7-8 months ക്ലീൻ ചെയ്താൽ മതി. ഈ ഒരു സൈഡ് നമ്മൾ അബട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്ലോട്ടിന്റെ ഒരു ഏരിയ കൺസ്ട്രെയിൻ ഉള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ നമ്മൾ കോമ്പൗണ്ടിനോട് ചേർത്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു സിറ്റിംഗ് ഉണ്ട്, ഇവിടെ നിന്നിട്ട് ഇതിനെ ഫീഡ് ചെയ്യാം. വളരെ മനോഹരമാണ് ആ സംഭവം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലിവിങ് സ്പേസിലേക്ക് കടന്നിരിക്കുന്നു. ലിവിങ് സ്പേസ്, ഡൈനിങ് സ്പേസ്, 2 പാറ്റിയോസ്. വളരെ സിനിമാറ്റിക് ഒരു ഫീൽ കൊണ്ടുവരുന്ന ഒരു ഫോട്ടോജനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലിവിങ് ഡൈനിങ്. എന്തായിരുന്നു ഇവിടെയുള്ള താങ്കളുടെ ഇൻവോൾവ്മെന്റ്? ഇതിന്റെ ക്ലയന്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാൻ കൺസെപ്റ്റ് ആണ് നമ്മൾ ആദ്യമേ സജസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ ഈ പ്രയർ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രം ഓപ്പൺ ഡോർ തൊട്ട് കാണണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഏരിയ ഒരു കൺസ്ട്രെയിൻ ആയതുകൊണ്ട് ഒരു ഓപ്പൺനെസ് വേണം. അപ്പം ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിൽ നിന്നും പാർഷ്യലി 2ആയിട്ട് നമ്മളത് ഒരു ഓപ്പൺനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 പാറ്റിയോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏരിയ കുറച്ച് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ പ്ലാനിങ്ങിലേക്ക് എത്തിയത്. അപ്പോൾ അത് വളരെ രസകരമായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ ഇവിടെ നിന്നിട്ട് നല്ലൊരു ഗുഡ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 seater ഡൈനിങ് ടേബിൾ ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെയർ ഇതിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. അതിൻ്റെ അടിഭാഗം പ്രത്യേകിച്ച് യൂട്ടിലിറ്റിക്കൊന്നും സ്പേസ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാൽ സ്റ്റെയർ ഇതിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ അതിനെ പ്ലാൻ ചെയ്തു. ഒരുപാട് ബൾക്കി ആവാത്ത രീതിയിലാണ് നമ്മൾ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. പല ആൾക്കാർക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയൊരു ത്രെട്ടാണ്. സ്റ്റെയർ ഒത്തിരി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ മാനേജബിൾ ആവും എന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തില്ല. ശരിക്കും 10 ലക്ഷം രൂപയാണ് നമ്മൾ ഇന്റീരിയറിന് കോസ്റ്റ് പറഞ്ഞത്. അപ്പൊ ഇന്റീരിയറിന്റെ കോസ്റ്റ് ഇൻക്ലൂഡിങ് കർട്ടൻസും എല്ലാം ഉൾപ്പെടെയാണോ? അതെ, നമ്മൾ ഫർണിച്ചറും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ആസ് പെർ നമ്മുടെ ഇതിൽ തന്നെ ഡിസൈൻ ചെയ്ത് ഫർണിച്ചർ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് എടുത്തതാണ്. ഇതിന്റെ എല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ്, ആസ് പെർ ഡിസൈൻ തന്നെ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം കോസ്റ്റ് വരാൻ പറ്റി. നമ്മുടെ ഈ പ്രയർ സ്പേസിന്റെ വോൾ കൊടുത്തിരിക്കുന്ന ആ ബ്ലോക്സ് എന്താണ്? അത് ക്ലാഡിംഗ് ആണ്. ആക്ച്വലി ക്ലാഡിംഗ് ടൈലാണ്. ക്ലാഡിംഗ് ടൈലാണ്, പ്രൊജക്ഷൻസ് ഉള്ള ക്ലാഡിംഗ് ടൈലാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കിച്ചൺ സൈഡിലേക്ക് കിടക്കാം. കിച്ചൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ട് ഇതിനകത്ത് തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള കിച്ചൺ അല്ലേ? എന്തായിരുന്നു ഇവിടെയുള്ള താങ്കളുടെ ഒരു ഇൻവോൾവ്മെന്റ്? എങ്ങനെയായിരുന്നു ക്ലയന്റിന്റെ റിക്വയർമെന്റ്? എങ്ങനെയാണ് അതിനെ മീറ്റ് ചെയ്തത്? നമുക്ക് ഏരിയ ഒരു കൺസ്ട്രെയിൻ ആയിരുന്നു, ഫ്ലോർ ഏരിയ അധികം പോകരുത്, ബഡ്ജറ്റിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു സെമി ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിച്ചൺ വലുതാവുന്ന അനുസരിച്ചിട്ട് അതിന്റെ ബഡ്ജറ്റ് കോസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഇതൊരു മോഡുലർ സെമി വർക്കിംഗ് സ്പേസ് ആയിട്ടും പിന്നെ ഒരു ബാക്കിയുള്ള വർക്ക്സിന് വർക്ക് ഏരിയ ആയിട്ടും നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു സെപ്പറേഷൻ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ക്ലയന്റ് കൂടുതലും ഇപ്പം യൂസ് ചെയ്യുന്നത് നമ്മൾ ആഫ്റ്റർ ഇത് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഡൈനിങ്ങിലേക്ക് പോകും. അതെ, ഡൈനിങ്ങിലെ ചെയർ ആൻഡ് ടേബിളും ചെയറിലെ യൂസ് അല്ലെങ്കിൽ ടയർ ആൻഡ് വെയർ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അങ്ങനെ ഒരു നല്ല എലമെന്റ് ആണ്. സാർ മാഡം ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല, പുറത്താണ്. എത്ര കുട്ടികളാണ് അവർക്ക്? ഒരാളാണ്, ജേക്ക്. അപ്പൊ ആ ഒരു കണ്ടീഷന് മാച്ച് ആവുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പ്ലാനിങ്. അതെ അതെ അതെ. അതായത് 3 പേരുള്ള ഫാമിലി. ഇപ്പൊ 3 BHK ആണ് പ്ലാനിങ്ങിലുള്ളത്. അതെ, നാളെ വേണമെങ്കിൽ 4 BHK ആക്കാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്ത നിന്റെ മാസ്റ്റർ ബെഡ്റൂം കാണാം. ഡോർസ് എല്ലാം കൊടുത്തിരിക്കുന്നത് FRP ഡോർസ്. എല്ലാ റൂംസിനും FRP ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂംസിനും FRP ഡോറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ
നമ്മൾ ബെഡ്റൂമിന്റെ സൈസ് എത്ര വരുന്നുണ്ട് ആദർശ് അപ്രോക്സിമേറ്റ്? ഇത് 12x12 റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത്. 12x12. ഇവിടെ ഒരു ബേ വിൻഡോയും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ബേ വിൻഡോ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ പ്ലാൻ ചെയ്തു, അല്ലാതെ ഇന്റീരിയറിന് കൊണ്ടൊന്നും അല്ല. ഇന്റീരിയർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോസ്റ്റ് കൂടും. ഇത് നമ്മുടെ ഒരു വാർഡ്രോബ് സ്പേസ് ആണ്. അപ്പൊ വാർഡ്രോബ് എന്ത് ഇത്ര ഹൈറ്റിൽ കൊടുക്കാനുണ്ടായ കാരണം? ലോഫ്റ്റ് വേണം എന്നുള്ള ഒരു സജഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ ആൾക്കാർ തന്നെ കസ്റ്റം ചെയ്ത് ഡിസൈൻ ചെയ്ത വാർഡ്രോബ് ആണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ. അപ്പം ലോഫ്റ്റ് കൊടുത്തതിന് ഇന്റൻഷൻ പൊടിയൊന്നും ഡസ്റ്റ് ഒന്നും വന്ന് സെറ്റിൽ ആവാതിരിക്കാനുള്ള ഒരു ഇതിലായിരുന്നു. ഇവിടെ കുറച്ച് അലർജിക് ആയിട്ടുള്ള ഇതുണ്ട് ആൾക്കാരാണ്. അപ്പം നമ്മളോട് സജസ്റ്റ് ചെയ്താണ് ലോഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആണെന്നുള്ളത്. മനസ്സിലായി. ഇവിടെ ഹെഡ് ബോർഡ് കൊടുത്തേക്കുന്നത് അതും വുഡിൽ തന്നെ ഒരു പ്ലാനിങ്ങിൽ കൊടുത്തു. അതെ. സാധാരണ ആദർശ് നമ്മൾ ഈ വീടിന്റെ 7 സെന്റ് വളരെ സ്പേസ് കൺസെന്റ് ആയിട്ട് ചെറിയ ചെറിയ സ്പേസുകൾ പോലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മാനേജ് ചെയ്ത് വന്നു. ബെഡ്റൂം വന്നപ്പോൾ ഇച്ചിരി വലുതായി. എന്തുകൊണ്ടാണ് ആ ഒരു വലിപ്പം ഉണ്ടാകാനുണ്ടായ കാരണം? നമുക്കിപ്പം ലിവിംഗ് സ്പേസ് ആണെങ്കിലും ഡൈനിങ് ആണെന്നുണ്ടെങ്കിലും ഏരിയ കൺസ്ട്രെയിൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊരു സ്പേഷ്യസ്നെസ് കൊണ്ടുവരാൻ നമ്മൾ പാറ്റിയോസ് ആഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൽ നിന്ന് അങ്ങനെ ഒരു സ്കോപ്പ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. കാരണം ബേ വിൻഡോ ആഡ് ചെയ്തത് ഒരു സ്പേസ് നമ്മൾ കുറച്ചുകൂടെ സ്പേഷ്യസ് ആക്കാനുള്ള ആഡ് ഓൺ ആണ് ബേ വിൻഡോ. പിന്നെ ഈ ഒരു പൗഡർ റൂമും അതിനൊരു ആഡ് ഓൺ ആണ്. അപ്പം ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ ഒരു കൺസിഡർ ആയിട്ട് തോന്നാം. പിന്നെ നമ്മളൊരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ചുറ്റിനുമുള്ള സർക്കുലേഷൻ സ്പേസ് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് സ്പേഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യാനുള്ള ഒരു ഈ സർക്കുലേഷൻ സ്പേസ് എല്ലാ ക്ലയൻസിനും ആവശ്യമില്ലല്ലോ അല്ലേ? ചില ക്ലയൻസ് പറയുന്നത് എനിക്ക് ബെഡ്റൂം ചെറുത് മതി, പ്രോപ്പർലി ചെറുത് മതി എന്നാ പറയുന്നത്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ ബാത്റൂമിലേക്ക് കിടക്കുമ്പോൾ ബാത്റൂമിൽ ഒരു ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റാണ് വെച്ചിരിക്കുന്നത്. ഒരു മിനിമൽ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിനകത്ത് ഓരോ നിഷുകൾ കൊടുത്തിട്ടുണ്ട്. ആ നിഷുകൾ കൊടുക്കുന്നത് സാധാരണ പല ആൾക്കാരും ഇപ്പൊ നമ്മുടെ സാനിറ്ററിയിൽ വന്നിട്ട് ഈ പറയുന്ന അവരുടെ സോപ്പും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വെക്കാനായിട്ട് സ്റ്റാൻഡുകൾ വാങ്ങിച്ചു പോകാറുണ്ട്, ഗ്ലാസ് സ്റ്റാൻഡുകൾ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അപ്പൊ അതിന് പകരമായിട്ട് ഈ നിഷുകൾ വെക്കുന്നതോടുകൂടി അതും കോസ്റ്റ് ബഡ്ജറ്റഡ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിഷ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിനുവേണ്ടി അഡീഷണൽ ഒരു കോസ്റ്റ് വരുന്നില്ല. അതൊരു സൂപ്പർ ഐഡിയ ആണ്, വളരെ സൂപ്പർ ഐഡിയ ആണ്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും സിനിമാറ്റിക് ആയിട്ടുള്ള സ്പേസ്, അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള സിനിമാറ്റിക് സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 പാറ്റിയോസ് ആണ്. അത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ അത് കാണിക്കാതെ, നമ്മുടെ പ്രേക്ഷകരെ കാണിക്കാതെ പോകുന്നത് തന്നെ വളരെ മോശമാണ്. അതുകൊണ്ട് ആ ഒരു സ്പേസ്, ഇപ്പോൾ ഇതാണ് ഒരു സ്പേസ്, ഇത് കോമ്പൗണ്ട് വാളുമായിട്ട് കണക്ട് ചെയ്തിട്ട് മുകളിൽ ഗ്ലാസ് ഇട്ട് ഒരു ജാളി സ്പേസ് കൊടുത്ത് അതിനൊരു രസകരമാക്കി. പിന്നെ കൊടുത്തിരിക്കുന്ന പെയിന്റ് കോട്ടിങ് അത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. അത് എന്താണ് ആദർശ് അങ്ങനെ? അത് നമ്മൾ ഒരു കളർ പാലറ്റ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രഞ്ച് ടൈപ്പ് ഓഫ്, പോണ്ടിച്ചേരിയൊക്കെ പോകുന്നെങ്കിൽ കാണാം ഫ്രഞ്ച് കോളനി ആർക്കിടെക്ചറിൽ നമുക്ക് ഇങ്ങനത്തെ കളർ, മസ്റ്റാർഡ് യെല്ലോ, ഈ ബ്ലൂ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറച്ച് ഡോസിൽ വിൻഡോസിൽ അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആ ഒരു യെല്ലോ പ്ലേസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡൈനിങ് എന്നുള്ള ചെറിയൊരു പാറ്റിയോ ആണ്. ഇവിടെ വന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കാനുള്ള ഒരു സ്പേസ്, അതൊരു റിക്വയർമെന്റ് ആയിരുന്നു. അപ്പൊ ഇത് നമ്മളുടെ കാർ പോർച്ചിൽ നിന്ന് ഡയറക്റ്റ് ഉള്ള ആക്സസും കൂടിയാണ്. അതെ. ഇതിപ്പം വീടിന്റെ ചുറ്റിനും നമ്മൾ ഈ മതിലിനോട് ചേർന്ന് എടുക്കുമ്പോൾ ഒരു സർക്കുലേഷൻ ബ്രേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ 2 ഡോറായിട്ടും കീപ്പ് ചെയ്തിരിക്കുന്നത്, സർക്കുലേഷൻ കംപ്ലീറ്റ്നെസ്സിന്. അത് എന്താ പറയണ്ടേ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും പാറ്റിയോ ഉണ്ട്. 2 പാറ്റിയോസ് ആണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. ലിവിങ്ങും ഡൈനിങ്ങിന് ഓപ്പോസിറ്റ് സൈഡിൽ 2 പാറ്റിയോസ്. ഇനി നമ്മൾ ഇതിന്റെ സ്ട്രക്ചറൽ റെയിലിലേക്ക് വന്നിരിക്കുകയാണ്. ആദർശിന്റെ ലാസ്റ്റ് പ്രൊജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിന്റെ ഹാൻഡ് റെയിൽസ് ഇരുമ്പിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇത് ഇങ്ങനെ ബെൻഡ് ചെയ്യാനുള്ള സംവിധാനം എവിടെ കിട്ടി? നമ്മൾ ലേത്തിൽ കൊണ്ടുപോയിട്ട് ബെൻഡ് ചെയ്യുക ചെയ്ത്. അതൊരു നല്ല പണിയാണല്ലേ? അത് സാധാരണ പണ്ട് കാസ്റ്റ് ആൻഡ് റെയിലുകൾ അവൈലബിൾ ആയി. ഈ കാസ്റ്റ് ആൻഡ് റെയിലുകൾ ഇപ്പൊ ഇല്ല. ഇല്ലാന്നല്ല, മാർക്കറ്റിൽ വരുന്നത് വളരെ കുറവാണ്. ഡിസൈൻ കിട്ടാനില്ല. അപ്പൊ നമ്മൾ ആസ് പെർ ഡിസൈൻ നമ്മൾ കസ്റ്റം ചെയ്യുക ചെയ്തു. അപ്പൊ ഇവിടെ കുറച്ച് കാസ്റ്റ് ആൻഡ് ഡിസൈൻ കൂടെ വന്നിരുന്നെങ്കിൽ മറ്റേ പോണ്ടിച്ചേരി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാമായിരുന്നു അല്ലേ? ഇതാണ് ഇതിന്റെ അപ്പർ ലിവിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ശരിക്കും ഒരു സീറ്റിംഗ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും നമ്മുടെ അതുപോലെ തന്നെ ഒരു ബേ വിൻഡോ നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോള് 2 ബെഡ്റൂമിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഇതൊരു ബെഡ്റൂം ആണ്. ഇനി ഫ്യൂച്ചറിൽ ഇപ്പോൾ ഓപ്പൺ ടെറസ് ആണ്. ഫ്യൂച്ചറിൽ അവർക്ക് അത് കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊരു റൂം ആഡ് ചെയ്യാം. 4ാമത്തെ ബെഡ്റൂം. അതെ. പിന്നെ ഇവിടെ ഒരു കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതൊരു ഡേ ലൈറ്റ്, നാച്ചുറൽ ലൈറ്റിന് വേണ്ടി നമ്മൾ സ്ലിറ്റ് ഓപ്പണിംഗ് പ്ലേസ് ചെയ്തതാണ്. എല്ലാവരും വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ലൈറ്റ് അകത്ത് കിടക്കണം, വീടിന് വെളിച്ചം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. അതെ, ഒരുപാട് ഓപ്പണിംഗ് കൊടുക്കുക, നമ്മൾ സ്ലിറ്റ് ഓപ്പണിംഗ് കൊടുക്കുന്നതാണ്, ഒരുപാട് ചൂട് വരില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് വരും. അത് വളരെ നല്ലൊരു സംഭവം. നമ്മൾ ഈ ഒരു ഹോള് താഴത്തേക്കാളും കുറച്ചുകൂടെ ഒന്ന് സ്പേഷ്യസ് ആയിട്ട് ഫസ്റ്റ് ഫ്ലോർ ചെയ്തിരിക്കുന്നത്. ലിവിങ്ങും ബാക്കി ഏരിയ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇവിടെ ചർച്ച് ഗ്യാതറിങ്സും പ്രേയേഴ്സും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട് അവർ. അപ്പൊ അങ്ങനെ അധികം ആൾക്കാർ വരുമ്പോൾ അവർക്ക്
സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ ആയിട്ട് ഇതെല്ലാം കൂടെ അപ്പർ ഫ്ലോർ നമ്മൾ കൺസിഡർ ചെയ്ത്. ഇത് ഓപ്പൺ ടെറസ് ആണ്. അതെ. ഈ ഓപ്പൺ ടെറസ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഭാഗമായിരുന്നതിനെ എലിവേഷനിൽ കാണുന്ന പോയിന്റ്. അതെ. അതിന് പകരം ഇവിടെ ഈ പറഞ്ഞ ബ്രിക്ക് വർക്ക്, ഇത് എക്സ്പോസ്ഡ് ബ്രിക്ക് വർക്ക് ആണ്. അത് എക്സ്പോസ്ഡ് ബ്രിക്ക്. ഈ ബ്രിക്ക് സാധാരണ ബ്രിക്ക് അല്ല. എന്ത് ടൈപ്പ് ബ്രിക്കാ? അതെ, ഇത് നോവോകോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് ബ്രിക്ക് ആണ്. ഒരു ബ്രിക്കിന് എത്ര രൂപ വരും? ഇത് 100+ വരുന്നുണ്ട്. 100 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ട് ഒരു ബ്രിക്കിന്റെ റേറ്റ് വരുന്നുണ്ട്. അപ്പം ഇത് നല്ല ഫിനിഷ്ഡ് ആണ്. അപ്പം നമ്മൾ അതിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു ഏരിയക്ക് മാത്രം നമ്മൾ പെർട്ടിക്കുലർ ഇതിന് മാത്രം അത് ചൂസ് ചെയ്തതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതില്ലായിരുന്നുവെങ്കിൽ ഈ എലിവേഷൻ വേറൊരു തരത്തിലായിരുന്നു അല്ലേ? അതിന് വരാത്ത രീതിയിൽ ഇതിനെ വളരെ ബ്യൂട്ടിഫുൾ ആക്കി. ഈ പറയുന്ന സംഭവത്തിന് മോളി സ്ട്രക്ചറിൽ ഇവിടെ പോളികാർബണേറ്റ് 2mm ആണ് ഇട്ടിരിക്കുന്നത്. ആ പോളികാർബണേറ്റ് 2mm ഇട്ടിട്ട് അതിനെ മാനേജ് ചെയ്തു പൂർണ്ണമായിട്ട്. ഇവിടെ നമുക്ക് മോളിൽ നിന്നൊരു വ്യൂ വരുന്നില്ല, പക്ഷെ കോട്ടയാടിലെല്ലാം നമുക്ക് മോളിൽ നിന്നൊരു വ്യൂ ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് ആ കോസ്റ്റ് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റി. പോളികാർബണേറ്റ് അതുകൊണ്ടാണ് യൂസ് ചെയ്തത്. ഓക്കെ, മനസ്സിലായി. പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തു, അതായത് ഫസ്റ്റ് നമ്മളൊരു ബാൽക്കണി ആയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഇതിന്റെ റൂഫിംഗ് കൂടെ കൊടുത്തിട്ട് നമ്മൾ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് കൂടെ ആക്കി എടുത്തതാണ് ബേസിക്കലി. ഓക്കെ, അപ്പം വളരെ മനോഹരമായ എക്സലന്റ് ഡിസൈൻ. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. റൂഫിംഗ് ഷീറ്റ് വാങ്ങാൻ പോകുമ്പോൾ VGCBനെ എടുത്തു പറഞ്ഞില്ലെങ്കിൽ നിനക്ക് പണിയിടും. ഇന്ത്യയിലെ ലീഡിംഗ് ബ്രാൻഡുകളോടൊപ്പം VGCBനെ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങളായി. ഒറിജിനലെ ഇവിടെ കിട്ടും. ഒറിജിനൽ ഏതെന്നറിയാൻ വെരി ഈസി. ഓർക്കുക, ബീന VGC. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് ആൻഡ് ആക്സസറി സ്റ്റോർ VGC ബീന കായംകുളം. മാഡം നമസ്കാരം. നമസ്കാരം. എന്താണ് പേര്? ആനി. ആനി. മോന്റെ പേര് ജേക്ക്. ജേക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. ഹസ്ബൻഡ് വെളിയില, മസ്കറ്റില്. അദ്ദേഹത്തിന്റെ പേര് ലിജു. ലിജു. വളരെ സൂപ്പറായിട്ടുള്ള ബഡ്ജറ്റഡ് ആയിട്ടുള്ള മനോഹരമായ വീട്. താങ്ക് യു. എങ്ങനെയാണ് താങ്കളുടെ ഐഡിയാസ് ഇവിടെ പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ടും ഐഡിയാസ് കൃത്യമായിട്ട് കിട്ടിയോ? നമ്മുടെ ചാനൽ കണ്ടിട്ടാണ്, ആ ചാനൽ കണ്ടിട്ടാണ് ഞങ്ങൾ ആദർശിനെ കോൺടാക്ട് ചെയ്തത്. ഓക്കെ. അതിനകത്തൊരു വീഡിയോസ് കണ്ടിട്ടാണ് കോൺടാക്ട് ചെയ്തത്. ഓക്കെ. പിന്നെ ആദർശിന് ഞങ്ങൾ സജഷൻസ് ഒക്കെ കൊടുത്തായിരുന്നു ഒത്തിരി. പിന്നെ ആദർശിന്റെ പ്ലാൻസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. വളരെ മനോഹരമായി തീർന്നു. അതെ, പാറ്റോ വേണം ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അത് 1-2 പാറ്റോ ഉണ്ട്. അത് വൃത്തിയായിട്ട് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. കിച്ചന്റെ സൈഡില് കിച്ചൺ മിനിമൽ കിച്ചൺ ആയിരുന്നു. അത് 100% മാഡത്തിന്റെ ആ ഒരു ആവശ്യം നിറവേറാൻ പറ്റിയോ? അത് കൂടുതലും നമ്മൾ വർക്ക് ഏരിയക്കാട്ടി കൂടുതൽ ആക്ച്വൽ കിച്ചണിലാണ് വർക്കിംഗ് നടക്കുന്നത്. കുറച്ചൊരു ഓപ്പൺ, ഇച്ചിരി വലുതായിട്ട് കാണണമെന്ന് തോന്നി. അങ്ങനെ വർക്ക് ഏരിയ ചെറുതാക്കിയോണ്ട് ഇത് സൂപ്പറായി മാറി. നമ്മുടെ ആവശ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് നടക്കും. അപ്പോൾ വളരെ മനോഹരമായ വീട്, വളരെ ഹാപ്പിയാണ്. ന്യൂ ഡയമെൻഷൻ. അത് ആദർശിന്റെ തന്നെ അസോസിയേറ്റ് അല്ലേ? ഓക്കെ. ആദർശിന്റെ ഇന്റീരിയർ ഫേം സ്വന്തമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു ആദ്യം ഒരു ഓൺടർപ്രണർ കൂടിയാണ്. കാര്യം ഞാനൊരു ഓൺടർപ്രണർ ആണ്. അപ്പോൾ അതും ഇദ്ദേഹം ഒരു ഓൺടർപ്രണർ കം ആർക്കിടെക്ട് ആണ്. നമ്മൾ ഓൺടർപ്രണേഴ്സിനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു യങ് ചലഞ്ചിങ് ആയിട്ടുള്ള പിള്ളേർ വളരെ നല്ലതായിട്ട് വരട്ടെ. അപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഈ വീഡിയോ എടുക്കാൻ അനുവദിച്ചതിൽ ഒരുപാട് നന്ദിയാണ്. ഒരുപാട് നന്ദി. പിന്നെ ഒരുപാട് നല്ല കൺസ്ട്രക്ഷനുകൾ ചെയ്യാൻ കഴിയട്ടെ, ഡിസൈനുകൾ ചെയ്യാൻ കഴിയട്ടെ. മോൻ നല്ലപോലെ പഠിച്ച് ഒരുപാട് മിടുക്കനാവാൻ കഴിയട്ടെ. ജേക്സ് വില്ല ഞാൻ കണ്ടിരുന്നു, പേര് കണ്ടിരുന്നു. സാറിനോട് ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട് ബൈ വിഷ്ണു വിജയൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.